مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ആദ്യമായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക ചരിത്രത്തിലെ മുജദ്ദിദുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ആഴ്ചകളിലായി നാം പരിചയപ്പെടുത്തിയിരുന്നത്. ഈ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ രണ്ടാഴ്ചകൾ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറയാം. പ്രധാനപ്പെട്ട പല ചരിത്ര സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളുമെല്ലാം ഇസ്ലാമിൻ്റെ തജ്ദീദിൻ്റെ മുജദ്ദിദുകളുടെ വിവരണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിലും അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ സമയത്ത് പറഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അതിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനുശേഷം നമുക്ക് മറ്റേ വിഷയത്തിൻ്റെ തുടർച്ച പറയാം ഇൻഷാ അല്ലാഹ്. രണ്ടാഴ്ചകൾക്ക് ശേഷം നമുക്കറിയാം, ഡിസംബർ മാസത്തിലെ അവസാനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഡിസംബറിൻ്റെ അവസാനത്തിലും ജനുവരിയുടെ ആദ്യത്തിലുമായി നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുന്നത്. ലോകത്തെ ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആചരിച്ചു കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ആചരിച്ചു കഴിഞ്ഞ ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഡിസംബർ 25-നാണ് ക്രിസ്മസ് ആചരിക്കുന്നതെങ്കിലും ക്രിസ്തു ഏത് ദിവസമാണ് ജനിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്താഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചോ ക്രിസ്മസിനെ കുറിച്ചോ ഒന്നും നമ്മൾ പരാമർശിക്കുന്നില്ല. എന്നാൽ ക്രൈസ്തവർ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെയും വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബഹളമയമായ അന്തരീക്ഷത്തിലും വിശ്വാസികൾ ഖുർആൻ പറയുന്ന ഈസാ അലൈഹിസ്സലാം ആരാണ്? ആ ഈസാ അലൈഹിസ്സലാമയുടെ ദൗത്യം എന്തായിരുന്നു എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് സവിശേഷമായി നമ്മുടെ അഖീദയുടെ ഭാഗം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആദർശത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ആ അർത്ഥത്തിലാണ്
എല്ലാ വർഷവും ഡിസംബർ അവസാന ഭാഗത്തിൽ ഈസാ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ഒരു ഖുത്ബ നമ്മൾ നിർവഹിക്കാറുണ്ട്. ആ ഖുത്ബയാണ് ഇന്ന് നിർവഹിക്കുന്നത്. അല്ലാഹു തആല പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആനിൽ ധാരാളം പേര് പരാമർശിച്ച, ആവർത്തിച്ചുകൊണ്ട് പേര് പരാമർശിച്ച പ്രവാചകന്മാരുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇവരെല്ലാം അക്കൂട്ടത്തിൽ പെടുന്നവരാണ്. ഈസാ അലൈഹിസ്സലാമയുടെ നാമം 25 തവണയാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈസാ എന്ന നാമം മാത്രമല്ല, മസീഹ് ഇബ്നു മറിയം എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, റൂഹുള്ള എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, കലിമത്തുള്ള എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ധാരാളം പ്രയോഗങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാവുന്നതാണ്. മൂസ അലൈഹിസ്സലാമയിലൂടെ അല്ലാഹു തആല അവതരിപ്പിച്ച ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ, മുഅ്ജിസാത്തുകൾ, അതിനെ സംബന്ധിച്ചും ഖുർആൻ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ പറയുമ്പോൾ, അല്ലാഹു പറയുമ്പോൾ, അത് അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി ഈസാ പ്രവാചകനിലൂടെ അല്ലാഹു തആല അവതരിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഇദ്നുള്ളയോടുകൂടി, പ്രത്യേകമായ അനുമതിയോടുകൂടി ഈസാ അലൈഹിസ്സലാമയിലൂടെ പ്രകടമാവുന്ന ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസാത്തുകൾ എന്നാണ് ഖുർആന്റെ ശൈലി, ഖുർആൻ പ്രയോഗിക്കാറുള്ള രീതി. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഖുർആനിലെ വചനത്തിൽ അല്ലാഹു പറയാൻ, വറസൂലൻ ഇലാ ബനി ഇസ്രായീല അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും. ഈ പ്രവാചകനെ ഇസ്രായേൽ മക്കളിലേക്കുള്ള ദൂതനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ പ്രവാചകൻ ഇസ്രായേൽ സന്തതികളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞത്, നിശ്ചയം ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അന്നീ അഖ്ലുഖു ലക്കും മിനത് ത്വയ്രി കഹൈഅതി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. എന്തൊക്കെയാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ? അന്നീ അഖ്ലുഖു ലക്കും മിനത് ത്വയ്രി, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്ന് രൂപപ്പെടുത്തുന്നതാണ്. കഹൈഅതി ത്വയ്രി, പക്ഷിയുടെ രൂപം പോലുള്ളതിനെ കളിമണ്ണ് കൊണ്ട് ഞാൻ രൂപപ്പെടുത്തും. ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, ആ കളിമൺ രൂപത്തിൽ ഞാൻ ഊതുമ്പോൾ അതൊരു പക്ഷിയായി പറക്കുന്നതാണ്. പക്ഷേ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി. ഇതെന്റെ കഴിവല്ല, അല്ലാഹുവിന്റെ കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം തന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളെയും, അല്ലാഹു തന്നിലൂടെ അവതരിപ്പിക്കുന്ന തന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളെയും വിശദീകരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രം അല്ലാഹു എന്നിലൂടെ അവതരിപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഞാൻ അന്ധതയും വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തും. ഞാൻ മരിച്ച ചിലർക്ക് ജീവൻ നൽകുകയും ചെയ്യും. പക്ഷേ ബിഇദ്നില്ലാഹ്, അതും അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടിയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് അതെന്റെ പ്രത്യേകം കഴിവാണെന്ന്. ഒരിക്കലുമേ അല്ല. ബിഇദ്നില്ലാഹ്, അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി ഞാൻ ചെയ്യുന്നതാണ്. വഉനബ്ബിഉകും ബിമാ തഖുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, അതുപോലെ തന്നെ നിങ്ങൾ തിന്നുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരും. അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടിയാണ്. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിശ്ചയം അതിലെല്ലാം നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമാണുള്ളത്. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്നതിനുള്ള വലിയ തെളിവാണ്. നിങ്ങൾ ദൃഢവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതി, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മതി. അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പ്രവാചകനാണെന്ന് വിശ്വസിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നതാണ്. ഞാൻ പ്രവാചകനാണ്. ഇതിലൂടെ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം ലോകത്ത് അറിയിക്കുന്ന കാര്യം അതാണ്. ദൈവപുത്രൻ എന്ന വാദം, ആ വാദം
അതിനെ ഖുർആൻ ഗണ്ണിക്കുന്നതായി നിരവധി വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്. അല്ലാഹു പുത്രന്മാരെ സ്വീകരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ കൂടെ ദൈവങ്ങളുമില്ല. ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ് വലഅലാ ബഅദുഹും അലാ ബഅദിൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അല്ലാഹു പുത്രന്മാരെ സ്വീകരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ കൂടെ മറ്റു ദിവ്യന്മാരുമില്ല, അവൻ ഏകനാണ്. അല്ലാഹു മറ്റു ദേവന്മാരെ ദിവ്യന്മാരെ തന്റെ കൂടെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ചതും കൊണ്ട് ആ ദിവ്യന്മാര് പോകുമായിരുന്നു. വലഅലാ ബഅദുഹും അലാ ബഅദ്, അല്ലാഹുവിന്റെ കൂടെ മറ്റു ദിവ്യന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമം ചെയ്യുമായിരുന്നു, പൊങ്ങച്ചം നടിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവർ വിശേഷിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു വിശുദ്ധനാണ്. അല്ലാഹു സന്താനങ്ങളെ സ്വീകരിക്കുകയോ അല്ലാഹു തന്റെ കൂടെ മറ്റു ഇലാഹുകളെ വരിക്കുകയോ ചെയ്തിട്ടില്ല. അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്. ഏകത്വത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും, ഏകത്വത്തിന്റെ ഉള്ളടക്കത്തിന്, തൗഹീദിന്റെ ഉള്ളടക്കത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ആരും പറഞ്ഞേക്കരുതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാൻ. പിന്നെ ഈസാ അലൈഹിസ്സലാം എന്താ പറഞ്ഞത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം ലോകത്തോട് എന്താ പറഞ്ഞത്? ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, നിശ്ചയം ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, എനിക്ക് ദിവ്യ ഗ്രന്ഥം ലഭിച്ചിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. വജഅലനി മുബാരകൻ ഐനമാ കുന്തു വഔസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അനുഗ്രഹീതനാണ്. അല്ലാഹു എനിക്ക് ബറക്കത്ത് നൽകിയിരിക്കുന്നു. നമസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും എന്നോട് ഉപദേശിച്ചിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും അല്ലാഹു എന്നോട് ഉപദേശിച്ചിരിക്കുന്നു. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹു എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കി മാറ്റിയിരിക്കുന്നു. നമസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും എന്നോട് അല്ലാഹു തആല ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകനാണ്, പ്രവാചകന്മാരിൽപ്പെട്ട, അള്ളാഹുവിന്റെ അബ്ദുകളിൽപ്പെട്ട, അള്ളാഹുവിന്റെ ദാസന്മാരിൽപ്പെട്ട പ്രവാചകൻ. കേവലം പ്രവാചകൻ മാത്രമല്ല, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകൻ. ഈസാ നബിയെ എങ്ങനെയാണോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. റൂഹുല്ലാ, കലിമത്തുല്ലാ എന്ന വിവരണങ്ങളെല്ലാം ഈസാ നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിൽ ധാരാളം പ്രവാചകന്മാരെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിശ്ചയദാർഢ്യമുള്ള, ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ കൂടുതൽ നിശ്ചയദാർഢ്യമുള്ള പ്രവാചകന്മാരെല്ലാം നിശ്ചയദാർഢ്യമുള്ളവരാണ്. പക്ഷെ ഏറ്റവും അധികം നിശ്ചയദാർഢ്യമുള്ള പ്രവാചകന്മാരെയാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. ഈസാ അലൈഹിസ്സലാം ആ പ്രവാചകന്മാരിൽ ഒരാളാണ്. ഉലുൽ അസ്മുകളിൽപ്പെട്ട മറ്റ് പ്രവാചകന്മാർ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ്. അവരിൽ ഒരു പ്രവാചകനാണ് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമയുടെ ജന്മവുമായി ബന്ധപ്പെട്ടും ഖുർആൻ പറഞ്ഞു, ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. നിശ്ചയം ഈസാ അലൈഹിസ്സലാമയുടെ ഉപമ അല്ലാഹുവിന്റെ അടുക്കൽ ആദം അലൈഹിസ്സലാമയെ പോലെയാണ്. ആദം അലൈഹിസ്സലാമയെ അല്ലാഹു തആല മണ്ണിൽ നിന്നാണ് പടച്ചത്. പിന്നീട് ആ മണ്ണിനോട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന സൃഷ്ടി ഉണ്ടായി. അങ്ങനെയാണ് ഈസാ അലൈഹിസ്സലാമയുടെ ഉപമയും. അവിടെ പിതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുമില്ല. ആദം അലൈഹിസ്സലാമയ്ക്ക് മാതാവും പിതാവും എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാമയ്ക്ക് പിതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. അതാണ് ഈസാ അലൈഹിസ്സലാമയുടെ ഉപമ. ഖുർആൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ട മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബറത മിൻ അഹ്ലിഹാ മകാനൻ ശർഇയ്യാ. ആ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറയാൻ, വദ്കുർ ഫിൽ കിതാബി മറിയം, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. മറിയം ബീവിയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഇദിൻ തബറത മിൻ അഹ്ലിഹാ മകാനൻ ശർഇയ്യാ. തന്റെ വീട്ടുകാരിൽ നിന്നെല്ലാം
അവര് മാറി നിന്ന അകന്നു നിന്ന സന്ദർഭം, തന്റെ കുടുംബങ്ങളിൽ നിന്നും കിഴക്കെവിടെയോ ഒരു സ്ഥലത്ത് അവർ അകന്നു നിന്ന സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഫത്തഖദത് മിൻ ദൂരിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സദിയ്യാ. അവരെ മറ സ്വീകരിക്കുകയായിരുന്നു. ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് അവര്, ആളുകളിൽ നിന്നൊരു മറ സ്വീകരിച്ചുകൊണ്ടാണ് മാറി നിന്നത്. ഈ ഘട്ടത്തിൽ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, നമ്മുടെ ചൈതന്യത്തെ, ജിബ്രീൽ അലൈഹിസ്സലാമയെ അവരിലേക്ക് നാം അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സദിയ്യാ. ഒരു ശരിയായ മനുഷ്യക്കോലത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ഘട്ടത്തിൽ മറിയം ബീവി അവരോട് ചോദിക്കുന്നുണ്ട്, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖയ്യാ, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖയ്യാ. നിശ്ചയം ഞാൻ പതിവ്രതയായ ഒരു സ്ത്രീയാണ്, എന്നിൽ നിന്ന് അകന്നു നിൽക്കണം. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മറിയം ബീവി അലൈഹിസ്സലാം അവർക്ക് ഭയം തോന്നി, അവർക്ക് പേടി തോന്നി. അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ ഭയപ്പെട്ടു. അവര് പറഞ്ഞു, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് മാറി നിൽക്കണം. പക്ഷേ വന്നത് ജിബ്രീലാണെന്ന് അവർക്കറിയുമായിരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിയഹബ ലകി ഗുലാമൻ സക്കിയ്യാ. നിശ്ചയം ഞാൻ നിന്റെ നാഥന്റെ ദൂതനാണ്, ഞാൻ നിന്റെ നാഥന്റെ ദൂതനാണ്. നിനക്ക് വിശുദ്ധനായ ഒരു സന്താനത്തെ നൽകാൻ വേണ്ടി വന്നിട്ടുള്ള നിന്റെ നാഥന്റെ ദൂതനാണ്, മാലാഖയാണ്. ഈ ഘട്ടത്തിൽ മറിയം ബീവി അലൈഹിസ്സലാം പറയാണ്, ഖാലത് അന്നാ യകൂനു ലി ഗുലാമൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗയ്യാ. എനിക്കൊരു കുട്ടിയുണ്ടാവുകയോ എനിക്കൊരു സന്താനമുണ്ടാവുകയോ ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല, ഞാൻ ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീയുമല്ല, പിന്നെ എങ്ങനെ എനിക്കൊരു സന്താനമുണ്ടാവാനാണ്? ഖാല കദാലിക് ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ. അപ്രകാരമാണ്, നിന്റെ നാഥന് അക്കാര്യമെല്ലാം വളരെ നിസ്സാരമാണ്. പിതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലാതെ നിന്നിൽ ഒരു സന്താനമുണ്ടാക്കാൻ അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. വലിനജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയ്യാ. വലിനജഅലഹു ആയത്തൻ ലിന്നാസ്, ആ സന്താനത്തെ ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കണം. വറഹ്മതൻ മിന്നാ, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാക്കി ആ സന്താനത്തെ മാറ്റണം. വകാന അംറൻ മഖ്ദിയ്യാ, അത് അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്, അതിൽ മാറ്റമില്ല. നിന്നിലൂടെ ഒരു സന്താനം ജനിക്കും, ഒരു സന്താനം പിറവികൊള്ളും. ഞാൻ അല്ലാഹുവിന്റെ മാലാഖയാണ്, നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ബീവി അലൈഹിസ്സലാമയുടെ അടുക്കൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു മനുഷ്യരൂപത്തിൽ. അങ്ങനെയാണ് ആ മാലാഖയാണ് അവർക്കൊരു സന്താനത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നത്. സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന മാലാഖയായിരുന്നു, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമയായിരുന്നു. സഹോദരങ്ങളെ, അതാണ് ഈസാ അലൈഹിസ്സലാമയുടെ ജനനത്തിന്റെ ചരിത്രമായി ഖുർആൻ ഉയർത്തിക്കാണിക്കുന്നത്. ഈസാ അലൈഹിസ്സലാമയുടെ ജനനമുണ്ടായപ്പോൾ ചില ആളുകൾ, നമുക്കറിയാം ആരാണ് അവരെന്ന്, മറിയം ബീവിയെ മോശമായിട്ട് ചിത്രീകരിച്ചു. പക്ഷേ മറിയം ബീവി പതിവ്രതകളായ സ്ത്രീകൾക്കുള്ള മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവരുമായി ബന്ധപ്പെട്ട വിവരണം നൽകുന്നത്. അവരുടെ പാതിവൃത്യവും അവരുടെ മഹത്വവും അറിയിക്കാൻ വേണ്ടി ഖുർആനിൽ ഒരു അധ്യായം തന്നെ സൂറത്ത് മറിയം. അത്രമാത്രം അവർ ആദരിക്കുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈസാ അലൈഹിസ്സലാമയുടെ ജനനം, അവർക്ക് പിതാവില്ലെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. അള്ളാഹുവിന് പിതാവില്ലാതെയും ജനനം നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അള്ളാഹു മാതാവും പിതാവുമില്ലാതെ ആദം അലൈഹിസ്സലാമയ്ക്ക് ജനനം നൽകിയവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തെറ്റായ ധാരണയും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ചുള്ള ഒരു തെറ്റായ ധാരണയും മനുഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇത്തരം അത്ഭുത ജനനങ്ങളെല്ലാം ലോകത്തെ വിളിച്ചറിയിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അതിര് വിട്ടുപോയി, മനുഷ്യരിൽ ചിലർ അതിരുവിട്ടുപോയി ചരിത്രത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ അതിരുവിടലിനെ ഖുർആൻ നിരൂപണം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്.
വേദക്കാരെ, നിങ്ങൾ വിശ്വാസത്തിൽ അതിരുവിടാൻ പാടില്ല, മതത്തിൽ അതിരുവിടാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം. നിശ്ചയം ആരാണ് മസീഹ് എന്ന് വിശദീകരിക്കുകയാണ് ഖുർആൻ. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മസീഹ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ദൂതനാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുത്ത അവന്റെ വചനവുമാണ്. വറൂഹും മിൻഹു, അവനിൽ നിന്നുള്ള ചൈതന്യമാണ്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അതുകൊണ്ട് അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം, അവന്റെ ദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കണം. ഈസാ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലാഹുവിന്റെ വചനവും അല്ലാഹുവിന്റെ ദൂതനും മറിയമിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത അവന്റെ വചനം എന്ന നിലക്കാണ് നിങ്ങൾ ഈസാ അലൈഹിസ്സലാമയിൽ വിശ്വസിക്കേണ്ടത്. അതിനപ്പുറത്ത് നിങ്ങൾ പരിധി വിട്ടു പോവാൻ പാടില്ല. വലാ തഖൂലു സലാസ, 3 ദൈവങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞേക്കരുത്. ഖുർആൻ പറയാൻ സലാസ എന്ന് നിങ്ങൾ പറഞ്ഞേക്കരുത്. ഇൻതഹു ഖൈറൻ ലക്കും, അത്തരം ആശയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കലാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതാണ്. കാരണം ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, നിശ്ചയം അല്ലാഹു ഏകനായ അല്ലാഹുവാണ്. തൗഹീദാണ് ഈ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ ശരിയെന്ന് പറയുന്ന തൗഹീദാണ്. അതുകൊണ്ട് തൗഹീദിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും വിശ്വസിച്ചേക്കരുത് പറയാൻ. സുബ്ഹാനഹു അയ്യകൂന ലഹു വലദുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അവൻ വിശുദ്ധനാണ്, സന്താനങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്നെല്ലാം അവൻ വിശുദ്ധനാണ്. ആകാശഭൂമികളുടെ അധികാരം അവനാണ്. വകഫാ ബില്ലാഹി വകീലാ, നല്ല കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതിയായവനാണ്. ഇതൊക്കെയാണ് ഖുർആന്റെ വിവരണം. വളരെ വ്യക്തമാണ് ഖുർആന്റെ നിലപാട് എന്താണെന്ന്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റാരോടും തർക്കിക്കാൻ വേണ്ടിയല്ല, എന്താണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അഖീദ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, വളർന്നു വരുന്ന തലമുറയോട് ഖുർആൻ പ്രവാചകന്മാരെ സംബന്ധിച്ച്, വിശേഷിച്ചും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ പറഞ്ഞതിനപ്പുറത്തൊന്നും പറയാതിരിക്കുക. അതിനുള്ള സൂക്ഷ്മത അത് ഈസാ നബിയെ കുറിച്ച് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെങ്കിൽ പോലും അമിതമായ രീതിയിലുള്ള, അതിരുവിട്ട രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാവാൻ പാടില്ലെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസ്വാറാ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ ക്രൈസ്തവർ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് പ്രവാചകൻ പറയാൻ. അതുപോലെ പരിധി വിട്ട പുകഴ്ത്തൽ, ദിവ്യത്വത്തിന്റെ പദവിയിലേക്ക് എന്നെ ഉയർത്തുന്ന രീതിയിലുള്ള യാതൊരു വാഴ്ത്തലുകളും നിങ്ങൾ നടത്താൻ പാടില്ല. ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിശ്ചയം ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ ദൂതനും എന്ന വിശേഷണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സഹോദരങ്ങളെ, മുഴുവൻ പ്രവാചകന്മാരും തങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്മാരാണ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കണം എന്നതിനപ്പുറത്ത് മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹിസ്സലാമയും അതിനപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, നിങ്ങൾ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കണം. അതാണ് ഈസാ അലൈഹിസ്സലാമയും പറഞ്ഞത്. നാളെ അല്ലാഹു പരലോകത്ത് ഈസാ അലൈഹിസ്സലാമയോട് ഒരു വിചാരണ നടത്താൻ പോകും, ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നുണ്ട്. അത് മുൻകൂട്ടി അല്ലാഹു തആല നമ്മോട് പറയാൻ. അല്ലാഹു ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയോട് എന്താ ചോദിക്കുന്നത്? വൈദ ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയമ അൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനിന്നാസ്. ഞാൻ പറയുന്നതൊക്കെ ഖുർആന്റെ വചനങ്ങൾ മാത്രമാണ്. വൈദ ഖാലല്ലാഹു, അല്ലാഹു പറഞ്ഞ സന്ദർഭം, അല്ലാഹു പറയാൻ പോകുന്ന സന്ദർഭം. യാ ഈസ ഇബ്നു മറിയം, ഓ മറിയമിന്റെ പുത്രൻ ഈസ, അൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനിന്നാസ്, നീയാണോ ജനങ്ങളോട് പറഞ്ഞത്, അതല്ലെങ്കിൽ നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനിന്നാസ്, ജനങ്ങൾക്ക് നീ ദിവ്യനാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലാഹുവിനെ പുറമെ നീയും നിന്റെ മാതാവും ഇലാഹുകളാണെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്.
പടച്ചതമ്പുരാനെ, എനിക്ക് അവകാശമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാനാണ്? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇലാഹാണെന്ന്, എൻ്റെ മാതാവ് ഇലാഹാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതെനിക്ക് പറയാൻ പറ്റില്ല. സുബ്ഹാനക, പടച്ചവനെ നീ വിശുദ്ധനാണ്. അത്തരം ആരോപണങ്ങളിൽ നിന്നെല്ലാം വിശുദ്ധനാണ് നീ. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയം പടച്ചവനെ നിനക്കത് അറിയാമായിരുന്നല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, പടച്ചവനെ എൻ്റെ മനസ്സിലുള്ളത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കറിയാം. അല്ലാഹുവേ, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതും ഞാൻ പറഞ്ഞതുമായ കാര്യങ്ങൾ നിനക്കറിയാം. പക്ഷേ പടച്ചവരെ, നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയുക സാധ്യമല്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നിശ്ചയം എല്ലാ അദൃശ്യങ്ങളും അറിയുന്നവനാണ് പടച്ചവരെ നീ. ഈസാ അലൈഹിസ്സലാം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി നാളെ പരലോകത്ത് പടച്ചവനോട് പറയുമെന്നും ഖുർആൻ തന്നെ പറയാം. ഒരു സംശയവും വേണ്ട. ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എല്ലാ പ്രവാചകന്മാരെയും പോലെ ഈസാ അലൈഹിസ്സലാമയും ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാമയുടെ ഒന്നാമത്തെ ദൗത്യം തൗഹീദായിരുന്നു. മറ്റുള്ള പ്രവാചകന്മാരെല്ലാം നിർവഹിച്ച തൗഹീദ് എന്ന് പറയുന്ന ആ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം നിർവഹിച്ചതെങ്കിൽ, ഈസാ അലൈഹിസ്സലാമയുടെ രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ പൗരോഹിത്യ കാപട്യത്തെ തുറന്നു കാണിച്ചുകൊണ്ട് അവരുടെ ചൂഷണങ്ങളിൽ നിന്നും സമൂഹത്തെ വിമോചിപ്പിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ്, വിമോചന ദൗത്യമാണ് മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പുരോഹിതന്മാരോടായിട്ട് യേശു പറഞ്ഞത് നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പുരോഹിതന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികൂടങ്ങളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. പുറമേ നീതിമാന്മാരാണെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ നിങ്ങൾ. യേശു പൗരോഹിത്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് പറഞ്ഞ വർത്തമാനങ്ങളാണ് ബൈബിളിൽ നിന്ന് തന്നെ നമ്മൾ ഉദ്ധരിച്ചത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. ആ ചൂഷണങ്ങളിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം നിർവഹിച്ച രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. തനിക്ക് മുമ്പ് മൂസാ പ്രവാചകനിലൂടെ അവതീർണമായ തൗറാത്തിനെ അഥവാ പഴയ നിയമത്തെ ശരിവെക്കുകയും തനിക്ക് ശേഷം അവതീർണമാവാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്ത പ്രവാചകനായിരുന്നു ഈസാ അലൈഹിസ്സലാം എന്നും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വഇദ ഖാല ഈസാ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين وإذ قال عيسى بن مريم ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, നിശ്ചയം ഞാൻ നിങ്ങളിലേക്കുള്ള ദൂതനാണ്. എന്താണ് എന്റെ ദൗത്യം? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന പ്രവാചകനാണ് ഞാൻ. വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ദൂതനുമാണ് ഞാൻ. ഫലമ്മാ ജാഅകും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. പക്ഷേ ആ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് എന്ന പേരുള്ള ഈ പ്രവാചകൻ അവതീർണമായപ്പോ അവര് പറഞ്ഞു, ഇത് മാരണമാണ്, ഇത് പ്രവാചകനല്ല, ഇത് സിഹ്റാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഏതായാലും മൂസാ പ്രവാചകൻ അലൈഹിസ്സലാം തനിക്ക് മുമ്പുള്ള തൗറാത്തിനെ, ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം തനിക്ക് മുമ്പുള്ള തൗറാത്തിനെ
മൂസാ നബി അലൈഹിസ്സലാമയും ആ പ്രവാചകനെ അവതീർണമായ പഴയ നിയമത്തെയും ശരിവെക്കുകയും ഇനി വരാൻ പോകുന്ന പ്രവാചകനെ സംബന്ധിച്ചുള്ള അഹ്മദ് എന്ന പേരുള്ള പ്രവാചകനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്ത പ്രവാചകനായിരുന്നു. ഇതെല്ലാമായിരുന്നു ഈസാ അലൈഹിസ്സലാം. അങ്ങനെയാണ് ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈസാ അലൈഹിസ്സലാം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ദൈവിക നിയമ സംഹിതയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ശരീഅത്തും തമ്മിൽ ധാരാളം യോജിപ്പുകളുണ്ട്. ഈസാ പ്രവാചകന്റെ പേരിൽ നിലനിൽക്കുന്ന ഇന്നത്തെ വിശ്വാസ സംഹിത, അവരും മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ അലൈഹിസ്സലാമിയെ കുറിച്ച് ഖുർആനും പ്രവാചകനും നൽകിയ വിവരണങ്ങളിലും വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ പറഞ്ഞതെങ്കിൽ, നിയമസംഹിത എന്ന രീതിയിൽ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയ്ക്ക് ലഭിച്ച നിയമസംഹിതയും അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പ്രചരിപ്പിച്ച ശരീഅത്തും തമ്മിൽ കാതലായിട്ടുള്ള സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സാദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനവും പുതിയ കാലത്ത് പ്രസക്തമാണ്. മതങ്ങൾ തമ്മിലുള്ള ദൂരങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ മതങ്ങൾ തമ്മിലുള്ള അടുപ്പം നമ്മൾ മനസ്സിലാക്കണം. അടുപ്പം മനസ്സിലാക്കുമ്പോഴാണ് വിവിധ വിശ്വാസ ദർശനങ്ങൾക്കിടയിൽ ഒരു ബ്രിഡ്ജിങ് സാധ്യമാവുകയുള്ളൂ. ഒരു പാലം ഉണ്ടാവേണ്ടതുണ്ട്, സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റേതുമായൊരു ബ്രിഡ്ജിങ്. വൈവിധ്യങ്ങളെ സംബന്ധിച്ച്, വ്യത്യാസങ്ങളെ സംബന്ധിച്ച്, വ്യതിരിക്തതകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം നിലനിർത്തുന്നതോടൊപ്പം തന്നെ സാദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനവും അറിവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. നമുക്കറിയാം, ഇസ്ലാമിൽ തൗഹീദ് ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ഇസ്ലാമിലെ സുപ്രധാനമായ ആരാധന നമസ്കാരമാണ്. സ്വലാ, അതാണ് നമസ്കാരത്തിന് ഖുർആന്റെ പ്രയോഗം, ഹദീസിലെ പ്രയോഗവും. സ്വലാ എന്നുള്ള ഈ പ്രയോഗം നമുക്ക് ക്രൈസ്തവ ദർശനത്തിലും കാണാൻ കഴിയുന്നതാണ്. ഈശോ മശിഹ സംസാരിച്ച അരമായ ഭാഷയിൽ പ്രാർത്ഥനയ്ക്ക് സ്ലോത്ത എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സ്ലോത്ത, സ്വലാ, ആ പ്രയോഗത്തിൽ തന്നെ നമുക്ക് ആ സാമ്യത കാണാൻ സാധിക്കുന്നതാണ്. 5 നേര നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയാറുള്ളതെങ്കിൽ, അതല്ലെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് 5 നേര നമസ്കാരത്തെ സംബന്ധിച്ചാണെങ്കിൽ, 7 നേരത്തെ പ്രാർത്ഥനകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളോട് പ്രതിദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതിദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ സംസാരിച്ച അരമായ ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പൗരത്വ സുറിയാനി പാരമ്പര്യത്തിൽ 6 പ്രാർത്ഥനാവേളകളും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ 7 പ്രാർത്ഥനാവേളകളുമുണ്ട് എന്നുള്ളതാണ്. ഖുർആന്റെ മറ്റൊരു പ്രയോഗം വദ്കുരിസ്മ റബ്ബിക ബുക്രതം വഅസ്വീല എന്നതാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ നാഥന്റെ നാമത്തെ നീ സ്മരിക്കുക. സമാനമായ പ്രയോഗം സങ്കീർത്തനങ്ങളിലുമുണ്ട്. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. ഖുർആന്റെ പ്രയോഗങ്ങൾക്ക് തന്നെ സമാനമായ പ്രയോഗങ്ങൾ നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളിൽ, മറ്റ് വേദഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. സമയബന്ധിതമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ ഇസ്ലാം ക്രൈസ്തവ ദർശനങ്ങളിൽ നമുക്ക് പരസ്പര സാദൃശ്യത്തോടുകൂടി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ നോമ്പും രൂപവ്യത്യാസങ്ങളോടെ, ഒരുപാട് വ്യത്യാസങ്ങൾ രൂപത്തിലുണ്ട്, പക്ഷേ രൂപവ്യത്യാസങ്ങളോടെയാണെങ്കിലും ക്രൈസ്തവ ദർശനത്തിലും കാണാൻ കഴിയുന്നു. മത്തായി 6:16 വചനത്തിൽ ഇപ്രകാരം കാണാം: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യരെ കാണിക്കുന്നതിന് മുഖം വിരൂപമാക്കുന്നു. നോമ്പിനെ സംബന്ധിച്ചാ പറയുന്നത്. ലേവ്യ 23:26 വചനത്തിൽ പറയാൻ, 7-ാം മാസം 10-ാം ദിവസം പാപ പരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിലുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം. ഉപവാസത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ്. സക്കാത്തിനോട് ചെറിയ രീതിയെങ്കിലും സാദൃശ്യപ്പെടുത്താവുന്ന ദശാംശം നമുക്ക് ക്രൈസ്തവ ദർശനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ആവർത്തന പുസ്തകം 14:29 വചനത്തിൽ പറയാൻ, നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും
അതുപോലെ തന്നെ പരദേശികളും അനാഥരും വിധവകളും വന്ന് ദശാംശം ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന, നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് ദശാംശം ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള വിവരണങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിൽ ഹജ്ജാണെങ്കിൽ യെരുശലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനെ കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ കാണാൻ കഴിയും. 16-16 വചനത്തിൽ ഇപ്രകാരം കാണാം: ആണ്ടിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാം സമ്മേളിക്കണം. അവരെ കർത്താവിന്റെ മുമ്പിൽ വെറും കൈയോടെ വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്തവണ്ണം ഓരോരുത്തരും കഴിവനുസരിച്ച് കാണിക്കകൾ സമർപ്പിക്കണം. പൂർവ്വ വേദഗ്രന്ഥങ്ങളും ഖുർആനും ഒക്കെ ആശയപരമായ വ്യത്യാസങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ സാദൃശ്യങ്ങളും അതിലെ നിയമസംഹിതകളും, ഈ ഖുർആനിലെ നിയമസംഹിതകളും അതിന്റെ രൂപത്തിലും അതിന്റെ ഭാവത്തിലുമൊക്കെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പൗരോഹിത്യത്തിന്റെ ഇടപെടലുകൾ പിൽക്കാലത്ത് പൂർവിക വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ആ സാദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സാദൃശ്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം എല്ലാ പ്രവാചകന്മാരും മൗലികമായി സമൂഹത്തെ പഠിപ്പിച്ചതും പ്രബോധനം ചെയ്തതും തൗഹീദാണ്. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്: അന ദഅവതു ഇബ്രാഹിമ വ ബശാറത്തു ഈസ. ഞാൻ ഇബ്രാഹിമിന്റെ പ്രബോധനമാണ്, ഞാൻ ഈസായുടെ സുവിശേഷമാണ്. എന്നാൽ വ്യത്യാസങ്ങളുണ്ട്. ക്രൈസ്തവർ യേശുവെ കൊന്നുവെന്ന്, അതല്ലെങ്കിൽ യേശു കുരിശിലേറ്റപ്പെട്ടുവെന്ന് വിശ്വസിക്കുമ്പോൾ യഹൂദന്മാരെ എന്താണ് യേശുവെ കൊന്നുവെന്ന ജൂതരുടെ വാദം, അത് ജൂതന്മാരുടെ വാദമാണ്. യേശു കുരിശിലേറ്റപ്പെട്ടു എന്ന ക്രൈസ്തവരുടെ വാദം. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഖുർആൻ മറ്റൊരു കാഴ്ചപ്പാടാണ് ഈ വിഷയവുമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമയെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദ എന്ന കപട ശിഷ്യനെ അല്ലാഹു ഈസാ അലൈഹിസ്സലാമയോട് രൂപസാദൃശ്യമുള്ളവനാക്കി. ഈസാ അലൈഹിസ്സലാമയാണെന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെയാണ് ജൂതന്മാർ വധിച്ചത്. ജൂതന്മാരെ കൊന്നത് ആ ഈസാ അലൈഹിസ്സലാമയെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദ എന്ന് പറയുന്ന ആ മനുഷ്യനെയായിരുന്നു. അതാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. ഈസാ നബിയെ കൊന്നതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാ. ഖുർആൻ അതാ പറയുന്നത്: വഖൗലഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹി വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവരുടെ വാക്കുണ്ടല്ലോ, ആ വാക്കിനെ സംബന്ധിച്ച് പറയാം: ഇന്നാ ഖതൽനൽ മസീഹ്, നിശ്ചയം ഞങ്ങൾ മസീഹിനെ കൊന്നിരിക്കുന്നു, ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ ദൂതനായ ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. പക്ഷേ വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവരെ കൊന്നിട്ടുമില്ല, കുരിശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, പക്ഷെ അവർക്ക് തിരിച്ചറിയപ്പെടാതെ പോയതാണ്, അവർക്ക് അവ്യക്തത വന്നു പോയതാണ്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅ അദ്വൻ. അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമില്ല, അവർ ഊഹത്തെ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. വമാ ഖതലൂഹു യഖീനാ, ദൃഢമായിട്ടും അവരെ കൊന്നിട്ടില്ല. അവർ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയെ കൊന്നിട്ടില്ല. ഖുർആൻ പറയാണ്: ബർറഫഅഹുല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമ. അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. അല്ലാഹു തആല പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. ഈസാ അലൈഹിസ്സലാമയെ സംബന്ധിച്ച് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ നമ്മൾ പറയാണ്, ആരോടും എന്തെങ്കിലും തർക്കങ്ങൾ ഉന്നയിക്കുക ഒന്നുമല്ല നമ്മുടെ താല്പര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മിൽ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, പുതുതലമുറ മനസ്സിലാക്കണം എന്താണ് ഖുർആന്റെ കാഴ്ചപ്പാട്, എന്താണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അഖീദ എന്താണ്. ആ അഖീദ നമ്മൾ മനസ്സിലാക്കുവാനും ആ അഖീദ തലമുറകളിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടാനും വേണ്ടിയാണ് സഹോദരങ്ങളെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പറയുന്നു. അതല്ലാതെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിൽ ആരെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ നമ്മയും ആളുകളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ വിശ്വാസം നമ്മളും ആക്ഷേപിക്കാൻ പാടില്ല. അവരെ കാഴ്ചപ്പാടിനെ തന്നെയാണ് എന്നെന്നും നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. പക്ഷെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിശ്വാസം എന്താണെന്ന് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. അതാളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഈസാ അലൈഹിസ്സലാം ഇനി അന്ത്യദിനത്തിന്റെ അടയാളം എന്നോണം ലോകത്ത് അവതീർണമാവും എന്നതും നമ്മുടെ വിശ്വാസം.
അടയാളമാണ്. അതുമായി ബന്ധപ്പെട്ട സൂചനകളും ഖുർആനിലുണ്ട്. അല്ലാഹു പറയാണ് വഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം. നിശ്ചയം ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം അന്ത്യദിനത്തിന്റെ അടയാളമാണ്, അതിൽ നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങൾ എന്നെ പിന്തുടരുക, ഇത് ചൊവ്വായ മാർഗമാണ്. ഈസാ അലൈഹിസ്സലാമയെ ഇൽമുൽ ലിസ്സാഅ, അന്ത്യദിനത്തിനുള്ള അറിവ്, അന്ത്യദിനത്തിനുള്ള അടയാളം എന്ന രീതിയിലാണ് ഖുർആൻ പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിനരികിൽ മഞ്ഞവർണ്ണങ്ങളുള്ള 2 വസ്ത്രങ്ങളിലായി 2 മലക്കുകളുടെ ചിറകുകളിൽ കൈകൾ വെച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ അദ്ദേഹം ദജ്ജാലിനെ അന്വേഷിക്കുകയും ബാബുൽ ലുദ്ദിൽ ദജ്ജാലിനെ കണ്ടുമുട്ടുകയും ദജ്ജാലിനെ വധിക്കുകയും ചെയ്യുമെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ കാലത്ത് ജീവിക്കുന്ന വേദക്കാർക്ക് ഈസാ നബി അലൈഹിസ്സലാമയുടെ ആഗമനം, ഈസാ നബി അലൈഹിസ്സലാമയിൽ ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ആ വിശ്വാസം ഉൾക്കൊള്ളുവാൻ അവരെ പര്യാപ്തമാക്കും എന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അന്ത്യദിനത്തിന്റെ മുമ്പ് ഈസാ നബി അലൈഹിസ്സലാമയിൽ വേദക്കാർ ശരിയായ രീതിയിൽ തന്നെ വിശ്വസിക്കുന്നതാണ്. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ, അന്ത്യദിനത്തിൽ ആ വേദക്കാരുടെ മേൽ മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം സാക്ഷിയാവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഈസാ അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാവരും ആ കാലത്തെ മുസ്ലിങ്ങളുടെ നായകനായ ഇമാം മഹദിയുടെ പിന്നിൽ അണിനിരന്ന് നമസ്കരിക്കും എന്ന യൻസിൽ ഈസ ഇബ്നു മറിയം ഫയഖൂലു അമീറുഹുൽ മഹ്ദി. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആകാശത്തിന് ഇറങ്ങി വരും. അപ്പോൾ അവരുടെ നേതാവായ ഇമാം മഹദി പറയും തആൽ സ്വല്ലി ബിനാ, താങ്കൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് നായകനായി നമസ്കരിക്കണം. ഫയഖൂലു ലാ, ഈസ അലൈഹിസ്സലാം പറയും വേണ്ട, ഇന്ന ബഅദഹും അമീറ ബഅദിൻ തക്രിമത്തുല്ലാഹി ലിഹാദിഹിൽ ഉമ്മ, നിശ്ചയം ഈ സമുദായത്തിലെ ചിലരുടെ നായകന്മാരാണ്, അല്ലാഹു ഈ സമുദായത്തിനുള്ള ആദരവാണ്, അതുകൊണ്ട് അങ്ങ് തന്നെ ഇമാമായി നിസ്കരിച്ചാൽ മതി എന്ന് ഇമാം മഹദിയോട് ഈസാ അലൈഹിസ്സലാം പറയുമെന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈസാ അലൈഹിസ്സലാമിക്ക് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചാണ് ലോകം മുന്നോട്ട് പോകേണ്ടതെന്ന വലിയ ആശയം ഇമാം മഹദിയുടെ പിന്നിൽ ഈസാ അലൈഹിസ്സലാം അടക്കമുള്ളവർ നമസ്കരിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ യുദ്ധമെല്ലാം അവസാനിച്ചുകൊണ്ട് സമാധാനപരമായ അന്തരീക്ഷം ലോകത്ത് സംജാതമാകും. ആ അന്തരീക്ഷത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ തഖഉൽ അമനതു വലൽ അർള്, പിന്നീട് ഭൂമിയിൽ നിർഭയത്വം ഉണ്ടാകും. ഹത്താ തർതഅൽ ഉസൂദു മഅൽ ഇബ്ലി, സിംഹങ്ങൾ ഒട്ടകത്തിന്റെ കൂടെ മേയുന്നത് വരെ, വന്നിമാറു മഅൽ ബക്കരി, പുലികൾ പശുക്കളുടെ കൂടെ മേയുന്നത് വരെ, വസ്സിആബു മഅൽ ഗനമി, ആട്ടിൻപറ്റങ്ങൾ ചെന്നായ്ക്കളുടെ കൂടെ മേയുന്നത് വരെ, വയൽഅബു സിബിയാൻ ബിൽ ഹയ്യാത്ത്, കുട്ടികൾ പാമ്പുകളോട് കളിക്കുന്ന അവസ്ഥയുണ്ടാകും. ലാ തദുറുഹും, പരസ്പരം ഉപദ്രവിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കപ്പെടുന്നത്? ഒരുപക്ഷെ അത്രത്തോളം സമൂഹത്തിൽ സമാധാനവും നിർഭയത്വവും ഉണ്ടാകും. ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ നിയോഗത്തിന് ശേഷം എന്നതിനുള്ള ആലങ്കാരികമായ ചില പ്രയോഗങ്ങളാവാം. അല്ലാഹു അഅലം, അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. പക്ഷേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഈസാ അലൈഹിസ്സലാം ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന നാട് വലിയ പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യെരൂശലേമും ബത്ലഹേമുമെല്ലാം തേങ്ങുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗസയിലെ ജബാലിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം 12ഓളം ആളുകൾ ദയനീയമായി കൊല്ലപ്പെടുകയുണ്ടായി. ആ വാർത്തയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ക്രിസ്മസ് സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഇസ്രായേലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇത് യുദ്ധമല്ല, ഇത് ക്രൂരതയാണ്, ഇത് അക്രമമാണ്, യുദ്ധമല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പക്കടക്കം പറയേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഹൃദയത്തെ സ്പർശിക്കുന്നതിലാണ്, ഹൃദയം വേദനിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ നടത്തുന്നത് യുദ്ധമല്ല, ക്രൂരതയാണെന്ന് ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങളെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. അള്ളാഹു ഫലസ്തീനികൾക്ക് സമ്പൂർണ്ണ സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഖുദ്സിനെ ശരിയായ രീതിയിൽ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ മോചിപ്പിക്കുമാറാവട്ടെ. അവിടുത്തെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ അർത്ഥത്തിലുമുള്ള നിർഭയത്വം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കൊടുക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സന്തോഷത്തോടെ സംഗമിക്കുന്നവരിൽ റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു തആല മുതിർന്ന പൗരന്മാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഗസയിലെ, റഫയിലെ, ലബനാനിലെ സഹോദരങ്ങളെ പടച്ച തമ്പുരാനെ, മർദ്ദിതരായ മുഴുവൻ ജനവിഭാഗങ്ങളെയും പടച്ചവരെ നീ സഹായിക്കണമേ തമ്പുരാനെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. സന്തോഷകരമായ കുടുംബജീവിതം എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ റബ്ബേ. തഖ്വയുള്ള ഈമാനുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണമേ റബ്ബേ. ഞങ്ങളെയും നീ മാറ്റണമേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.